കണ്ണാടി വെക്കുന്നുണ്ടോ? മൈനസ് പവർ ആണോ? ആകാശത്ത് നോക്കുമ്പോൾ ചെറിയ പൂച്ചകൾ പറക്കുന്ന പോലെ കാണാറുണ്ടോ? എന്നാൽ പിന്നെ നിങ്ങൾ എപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം ഡൈലേറ്റ് ചെയ്ത് റെറ്റിന നോക്കിയത്? ഹലോ, ഞാൻ ഡോക്ടർ അശ്വിൻ, റെറ്റിന ആൻഡ് യൂവിയ കൺസൾട്ടന്റ് അറ്റ് ഡോക്ടർ പ്രേംസായി ഹോസ്പിറ്റൽ. മൈനസ് പവർ വരുന്നത് കണ്ണിന്റെ സൈസ് വലുതാകുമ്പോഴാണ്. നോർമലിനെക്കാട്ടിലും 1-2 മില്ലിമീറ്റർ കൂടുമ്പോഴത്തേക്കും കണ്ണിന്റെ പവറും വർദ്ധിക്കുന്നു. അത് യൂഷ്വലി മൈനസ് പവർ ആയിട്ടാണ് വരാറ്. അപ്പം ഇങ്ങനെ കണ്ണിന്റെ സൈസ് വലുതാകുമ്പോൾ ഞരമ്പിലും കുറച്ച് ചേഞ്ചസ് വരാം. ഇത് റുട്ടീനായിട്ട് ചിലർക്ക് വരാറുള്ളതാണ്. പക്ഷെ കൂടുതൽ സിഗ്നിഫിക്കൻറ്റും സിവിയർ ആകുമ്പോഴത്തേക്കും കണ്ണിന്റെ ഞരമ്പിൽ ചിലപ്പം സ്ട്രെച്ച് ലൈൻസോ അല്ലെങ്കിൽ ഡീജനറേഷനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈവൻ ഓട്ടകൾ പോലും വീഴാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് ഡൈലേറ്റഡ് ഫണ്ടസ് എക്സാമിനേഷൻ, അതായത് കണ്ണിൽ മരുന്നൊഴിച്ച് കണ്ണിന്റെ അകത്തുള്ള പ്യൂപ്പിളിനെ ഡൈലേറ്റ് ചെയ്ത് ഞരമ്പ് ഫുള്ള് നോക്കുന്നത് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ഇയർ ചെയ്യേണ്ടതാണ്. അടുത്ത പ്രാവശ്യം നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 1 hour കരുതിക്കൊണ്ട് പോവുക. ബിക്കോസ് ഈ മരുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ 1 hour ഒന്ന് കണ്ണടച്ചിരിക്കേണ്ടി വരും. അതിനുശേഷം ഒരു 3 മണിക്കൂറത്തേക്കും കണ്ണിന്റെ ഒരു ബ്ലറിങ് എഫക്റ്റ് നോർമലായിട്ട് കാണാം. പക്ഷെ അത് താനെ മരുന്നിന്റെ എഫക്റ്റ് പോകുന്തോറും ഇതും ഇമ്പ്രൂവ്മെന്റ് വരും. അപ്പം നെക്സ്റ്റ് ടൈം ഒരു ഡൈലേറ്റഡ് ഫണ്ടസ് എക്സാമിനേഷന് പ്ലാൻ ചെയ്ത് നിങ്ങൾ തീർച്ചയായും അടുത്തുള്ള ഒരു ഓഫ്തൽമോളജിസ്റ്റിനെ പോയി കാണിക്കുക. മൈനസ് പവർ ഉണ്ടെങ്കിൽ നിങ്ങൾ വർഷത്തിൽ ഒരിക്കൽ എങ്കിലും ഇത് തീർച്ചയായും ചെയ്യേണ്ടതാണ്. ഈ ഡൈലേറ്റഡ് ഫണ്ടസ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട കേട്ടോ. കണ്ണിൽ മരുന്നൊഴിച്ച് ഞരമ്പ് ചെക്ക് ചെയ്യുന്നതിനെയാണ് ഡൈലേറ്റഡ് ഫണ്ടസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. താങ്ക് യു.